ഈ വർഷവും ആഗോള ഹാക്കത്തോണിന്റെ വേദിയായി മാറിയ അമൽജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഓട്ടോമസിൽ നടന്ന നാസ സ്പേസ് ആപ്പ് ചലഞ്ച് 2025 വിജയകരമായി സമാപിച്ചു. ലോകമെമ്പാടുമുള്ള 182 രാജ്യങ്ങളിലെ 15 വ്യത്യസ്ത സ്പേസ് ഏജൻസികളുമായി ചേർന്ന് സംഘടിപ്പിച്ച നാസ സ്പേസ് ആപ്സ് ചലഞ്ചിൽ വിദ്യാർത്ഥികൾ, ഗവേഷകർ, ഡെവലപ്പർമാർ, ഡിസൈനർമാർ, കലാകാരന്മാർ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിഭകൾ മാറ്റുരച്ചു. നാസയുടെ ഓപ്പൺ ഡേറ്റയെ ആസ്ഥാനമാക്കി ബഹിരാകാശ സാങ്കേതികവിദ്യ, ഭൂമിശാസ്ത്രം, കാലാവസ്ഥാ മാറ്റങ്ങൾ, സുസ്ഥിര വികസനം തുടങ്ങി ആഗോളതലത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സൃഷ്ടിപരമായ പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നതായിരുന്നു ഹാക്കത്തോണിന്റെ ലക്ഷ്യം. 36 മണിക്കൂർ നീണ്ട ഈ ഹാക്കത്തോണിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി 1800-ലധികം സ്കൂളുകൾ, കോളേജ് വിദ്യാർത്ഥികളും പങ്കെടുത്തു. ലോകമെമ്പാടുമുള്ള 2800-ലധികം വേദികളിൽ ഒരേ സമയം സംഘടിപ്പിച്ച ഈ മത്സരത്തിൽ രജിസ്ട്രേഷൻ നിരക്കിൽ അമൽജ്യോതി ആഗോളതലത്തിൽ 4ാം സ്ഥാനവും ഇന്ത്യയിൽ 2ാം സ്ഥാനവും കേരളത്തിൽ 1ാം സ്ഥാനവും കരസ്ഥമാക്കി. കോളേജിൽ നടന്ന ഹാക്കത്തോണിന്റെ ഭാഗമായി സ്കൂൾ, കോളേജ്, ജനറൽ വിഭാഗങ്ങളിലെ മികച്ച ടീമുകൾക്ക് 1 ലക്ഷം രൂപ സമ്മാനത്തുകയും മറ്റ് വിഭാഗത്തിൽ മികവ് കാട്ടിയ ടീമുകൾക്ക് 40ഓളം അവാർഡുകളും വിതരണം ചെയ്തു. കോളേജിൽ നടന്ന സമ്മാനദാന ചടങ്ങിൽ കോളേജ് ചെയർമാനും കാഞ്ഞിരപ്പള്ളി രൂപത വികാരി ജനറലുമായ റവറൻ ഫാദർ ബോബി അലക്സ് മണ്ണപ്ലാക്കൽ, ഡീൻ അക്കാദമിക് റവറൻ ഡോക്ടർ റൂബിൻ തോട്ടുപുറത്ത്, MCA വിഭാഗം മേധാവി ഡോക്ടർ ബിജിമോൾ TK, ഈവൻ ലോക്കൽ ലീഡും അസോസിയേറ്റ് പ്രൊഫസറുമായ അനു എബ്രഹാം മാത്യു, അസിസ്റ്റന്റ് പ്രൊഫസർ അജിത് GS എന്നിവർ സന്നിഹിതരായിരുന്നു. കോളേജ് തലത്തിൽ 1, 2, 3 സ്ഥാനം കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് കരസ്ഥമാക്കിയപ്പോൾ സ്കൂൾ തലത്തിൽ 1ാം സ്ഥാനം നേടിയത് സെന്റ് തോമസ് HSS കോഴഞ്ചേരിയാണ്. 2ാം സ്ഥാനം ഇൻസ്പയർ ബ്രൈറ്റ് സ്കൂൾ ആലപ്പുഴയും 3ാം സ്ഥാനം സെന്റ് ആൻഡീസ് പബ്ലിക് സ്കൂൾ ആനക്കല്ലും നേടി. ജനറൽ തലത്തിൽ വിജയിച്ചവർ 1ാം സ്ഥാനം GGVHSS പെരിന്തൽമണ്ണ, 2ാം സ്ഥാനം മാർത്തോമ കോളേജ് തിരുവല്ല, 3ാം സ്ഥാനം കാഞ്ഞിരപ്പള്ളി കുന്നുംഭാഗം സെന്റ് ജോസഫ് പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജും കരസ്ഥമാക്കി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.